അയ്യോ ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യമായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. ലാലേട്ടൻ പറഞ്ഞല്ലോ സ്റ്റേജിൽ കയറി ഞങ്ങളുടെ കാല് തല്ലി പിടിക്കും മഹാനാണെന്നൊക്കെ. അല്ല ഒരു മിനിറ്റ്, അത് ഞാനായിരിക്കില്ല പറഞ്ഞത്, അത് നമ്മുടെ റംസാൻ ആയിരിക്കും പറഞ്ഞത്. ഏതാണ് റംസാൻ? റംസാൻ ആണെങ്കിലും ബക്രീദ് ആണെങ്കിലും ശരി, കൊതുവല്ല വിധു. ഒരു മിനിറ്റ് ചക്രേ, ഹലോ എടാ നീ എവിടെ? അളിയാ നീ ഒന്ന് സ്റ്റേജിന്റെ ബാക്കിലുള്ള ബാറിലോട്ട് വരുവോ? അതല്ല, എന്നെ കാണാൻ ഒരു പെണ്ണ് വരുമെന്ന് പറഞ്ഞില്ലേ അവള്? ഹലോ 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 വെച്ച് അവൻ വരുമെന്ന് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യും, നീ ജീവിതകാലം മുഴുവൻ ഈ ബാറിൽ പാട്ടും പാടി ഇവിടെ തന്നെ ജീവിക്കും. അയ്യോ അവൻ വന്നില്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് വിടുന്ന പ്രശ്നമില്ല. അതൊക്കെ പറഞ്ഞാൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പെണ്ണിനെ പരിചയപ്പെടുന്നതിന് മുമ്പ് അവർക്ക് 2 ആങ്ങളമാരുണ്ട്, അവരെ പരിചയപ്പെട്ടാലോ? വേണം, തങ്കം പോലത്തെ ആൾക്കാരല്ലേ. അച്ചായ, ഇവനാണ് റംസാൻ. നീയാണ് റംസാൻ, ഞാനാണ് റംസാൻ. അടിച്ചൊടിക്കുമില്ല പാവമല്ല, പക്ഷെ ഇവൻ ഡാൻസർ ആണെന്നാ പറയുന്നത്. ഡാൻസറാണോ? പാട്ടുകാരനുമായി ഡാൻസറുമായി. നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെ ഡാൻസ് ചെയ്യുവോ പാട്ട് പാടുവോ എന്ത് വേണേലും ചെയ്തു കേട്ടോ. പുറത്തു പോയേ പറ്റൂ. മോനെ റംസാനെ, നിനക്ക് ഇവിടുന്ന് പോവാനുള്ള അനുവാദം ഇല്ല, മനസ്സിലായില്ലേ? നിനക്ക് പോണമെന്നുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. വേറൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ ഒരു ഡാൻസർ ഉണ്ട്, ക്ലീറ്റസ്. അവന് നീ ഒന്ന് ഡാൻസ് ചെയ്ത് അങ്ങനെയാണ് നിന്റെ അത് ഞാൻ ചെയ്യാമോ? വിളിക്കാവില്ല ക്ലീറ്റുവിനെ. ഇവൻ ഭയങ്കര ഡാൻസറാന്ന് പറയുന്നു. അപ്പൊ ഇവന് നീ തമ്മിൽ ചെറിയ കോമ്പറ്റീഷൻ ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നീ അതൊക്കെ താളിച്ച് കിടക്കും. നീ ക്ലാസിക്കൽ പഠിച്ചതാണോ? ക്ലാസിക്കൽ പഠിച്ചതാ. ക്ലാസ്സിൽ പോയി പഠിച്ചതാണോ? ക്ലാസിക്കൽ പോയി പഠിച്ചതാ. ഒന്ന് കാണിച്ചാൽ ക്ലാസിക്കൽ ഇതാണോ നീ ക്ലാസ്സിൽ പോയി പഠിച്ച ക്ലാസിക്കല്? എന്ത് ഇഷ്ടമായില്ലേ? ഞാനൊരു സ്റ്റെപ്പ് കാണിക്കാം. എപ്പോ? നമുക്ക് കാലൊക്കെ ഇങ്ങനെ വെച്ച് അത് കാണിച്ച കാണിക്കുന്ന കാര്യം എങ്ങനെ? ഒടിഞ്ഞു വരട്ടെ, അങ്ങനെ വയ്ക്കും. അതിന് പാട്ട് വയ്ക്കും. അങ്ങനല്ലേ പാടുള്ളൂ. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചില ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അതിനെനിക്ക് തൃപ്തിപ്പെടുത്തിയേ പറ്റൂ. നിങ്ങളെ പോലെ ഒരു ആഭാസിന് മുന്നിൽ ജാക്കറ്റ് ഇട്ട് ആടിയപ്പോൾ കളങ്കപ്പെട്ടത് ദൈവദത്തമായ ഒരു കലയാണ്. ഇല്ല, എനിക്ക് ജാക്കറ്റ് ഇടാനുള്ള യോഗ്യതയില്ല. ഞാനിത് ഉപേക്ഷിക്കുന്നു എന്നേക്കുമായി. നിന്റെ ഡാൻസിനെ കഴിഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ആരുമില്ലാത്തവർക്ക് ടീമുണ്ട്. ആരും വരില്ലടാ ഈ ബാറിനകത്ത്, ഒരുത്തനും വരില്ല. ഇവനെന്ത് പറ്റി? അവന്റെ ചരിത്രം പോയി കിടക്കുക. അല്ല അങ്ങനെ എന്തോ പോയെന്നാ പറഞ്ഞു കിടക്കുന്ന. അയ്യോ എടാ, എന്താ വേണം നിനക്ക്? എന്താ ഈ
ഇവരെന്നെ ഇവരെന്നെ? ഇവരെന്നെ എടാ, റംസാനെ, എന്തെങ്കിലും നടക്കും. വിസിറ്റിംഗ് കാർഡ് കിട്ടി കാണിക്കാൻ ശരിയല്ലടാ. ലാലേട്ടാ വേറെ ഒന്നുമില്ല ലാലേട്ടാ. ഇവൻ വന്ന് ഞങ്ങളെ പറ്റി ഇല്ലാത്ത വൃത്തികേടുകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടല്ലേ ലാലേട്ട ഞങ്ങളുടെ സ്റ്റേജിൽ കയറിയ കാല് തല്ലി ഓടിക്കുമെന്നൊക്കെ പറഞ്ഞത്. അതെ, ഞാൻ അവിടെ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ വേണ്ട. പക്ഷെ അവനെ വൃത്തികേട് പറയാൻ പാടില്ല. ആര് പറഞ്ഞെന്നാ? ഇവനല്ലേ? റംസാന എന്നോടോ? അവനല്ല പറഞ്ഞു. ദൈവം. അല്ല, ഒരു മിനിറ്റ്. ലാലേട്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് ശരിയായിരിക്കും. സോറി ഗൈസ്. എന്താ അച്ഛനെ? ഞങ്ങളൊരു പ്രോഗ്രാം നടത്താം. സങ്കടമില്ല ലാലേട്ടാ. നല്ലൊരു കാര്യമാണ്. ഞങ്ങൾക്ക് പരസ്യം വേണ്ടൊന്നും വേണ്ട. പക്ഷെ ഈ അയർലൻഡിൽ വന്നിട്ട് ഇതുപോലൊരു ബാർ തുടങ്ങാൻ ആരാണ് കാരണക്കാരെന്ന് ലാലേട്ടൻ അറിയാവോ? എനിക്കറിയില്ല. കാണ് കാര്യങ്ങൾ സത്യം പറഞ്ഞോടെ പോവാ. ഒരു സ്മോൾ ഒഴിക്കണേ. നോ താങ്ക്സ്. ഒരു ആഫ്റ്റർ 6 ആയിരുന്നെങ്കിൽ ടക്കതൊരു സ്മോൾ ആയിട്ട്. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് ബലവും കാലിന് ബലമുള്ള ഒരാൾ പോലും ഇന്ന് ഇവിടെ വിട്ടു പോകരുത്. നമുക്ക് ഒരു തീവ്രകക്ഷിയാണ്. കുടിക്കുമ്പോ പോലെ പറയുമ്പോൾ കുടിക്കാം. ഇല്ലെങ്കിൽ അതിന് മെനക്കെടും. സാധാരണ എത്ര എണ്ണമായി കഴിയും? അത് എന്റെ എല്ലാം തെറ്റ്. കൃത്യമായിട്ട് പറയാൻ ഒരു സ്മോൾ ഫുൾ ടാങ്ക് അടിച്ചാലും ഒരു കുഴപ്പമില്ല. കണീഷൻ പോടിയാ. അച്ഛാ, ഇത് ഞാനല്ലേ? അതേ ലാലേട്ടാ. ഇത് എന്താ ഇങ്ങനെ കാണിക്കുന്നത്? എന്ന് ഈ വീഡിയോയുടെ മുന്നിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ബാർ ഓപ്പൺ ചെയ്യുന്നത്. ലാലേട്ടൻ അറിയാം. അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് ലാലേട്ടന്റെ കള്ളുപിടി സീനുകൾ. ഇതാ ഞങ്ങളുടെ പാട്ട്. ചെറിയൊരു ആഗ്രഹം ഒന്ന് പറഞ്ഞോട്ടെ. അച്ചാറിന്റെ അല്ല, അച്ചാറില്ല, അച്ചാറില്ല. വേണ്ട. പിന്നെ ലാലേട്ടൻ ഞങ്ങളുടെ കൂടെ ഒരു പെഗ് ഒരൊറ്റ ഒറ്റ. ഇല്ല, ഇല്ല, ഞങ്ങളുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, പക്ഷെ ഒന്നും പറയണ്ടേ. അവസാനത്തെ ആഗ്രഹമായിട്ട് അവസാനത്തെ ആഗ്രഹം അതെ, അവസാനത്തെ ആഗ്രഹമായിട്ട് ഒരു ചെറുത് ചെറിയ ഒരു 10. എനിക്ക് തന്നെ ലാലേട്ടൻ എന്റെ ബാറുമെന്ന് അടിക്കാൻ പോകുന്നു. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് CS പറയുന്നു. ഒരു സ്മോൾ അടിക്കുന്നു. റെഡി? 1 2 3. ഇത് നമ്മളപ്പോൾ ഒറ്റ വിനിയാണ്. എങ്ങനെയുണ്ട്? അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. അത് പിടിച്ചാ. അല്ല, അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ ആഗ്രഹം. ഞാൻ പെട്ടെന്ന് കഴിച്ചത് അറിയാം, അതുപോലത്തെ സാധനമാണ് നമ്മളോട് കൊടുക്കുന്നില്ല. അല്ലട്ടാ, രാജാവിന്റെ മകൻ സിനിമ. ഏതാ? രാജാവിന്റെ മകൻ 18 തവണ കണ്ട ആളാണ് ഞാൻ. ആ സിനിമ കണ്ടിട്ടാണ് എന്റെ മോന് ഞാൻ രാജമോഹൻ പേര് വരെ ഇട്ടു. അപ്പൊ ആ സിനിമയിൽ ലാലേട്ടൻ പറയുന്ന 2 ഡയലോഗ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. അല്ല, നിങ്ങൾ എല്ലാവരും ഒന്ന് കൈ അടിച്ച് പറയും കേട്ടോ. അയ്യോ, ഞാൻ പറയാം. രാജമോഹൻ ഒരിക്കൽ എന്നോട് കൊച്ചിന്റെ കുറച്ചുകൂടി അക്ഷരസ് കൂടുതലായിട്ടൊന്ന് പറഞ്ഞു. അത് വേണം. ഒന്ന് പറയൂ. രാജമോഹൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, അങ്കിളിന്റെ ഫാദർ ആരാണ്? ഞാൻ പറഞ്ഞു, ഒരു രാജാവ്, കിരീടവും ചെങ്കോലും സിംഹാസനവുമുള്ള ഒരു രാജാവ്. പിന്നീട് എന്നെ കാണുമ്പോൾ അവൻ കളിയാക്കി വിളിക്കുമായിരുന്നു, പ്രിൻസ്, രാജകുമാരൻ, രാജാവിന്റെ മകൻ. യെസ്, ഐ ആം എ പ്രിൻസ്, അണ്ടർവേൾഡ് പ്രിൻസ്, അഥോ ലോകങ്ങളുടെ രാജകുമാരൻ. എടുക്കണ അച്ഛൻ്റെ അച്ചാരെടുത്തോണ്ടേ ഒരുപാട് വഴിയാണ്. എങ്ങനെയുണ്ട്? അമേസിംഗ് എന്ന് പറഞ്ഞാൽ വെറും അമേസിംഗ്. അങ്ങനെയാണെങ്കിൽ അച്ചാറും കഴിച്ചു. ഇവിടെ വന്ന സ്ഥിതിക്ക് ബാറിന്റെ ആംബിയൻസിൽ പാടാൻ പറ്റിയ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും പാടി. ഞങ്ങൾ പോണ്ട. അല്ല, പരിപാടി തുടങ്ങാനായില്ലല്ലോ ലാലേട്ടാ. ഒരു പ്രാക്ടീസ് പോലെ ഒരു പാട്ട് നമുക്ക് വേണ്ടിട്ട്. ഈ ബാറിന്റെ അറ്റ്മോസ്ഫിയർ. അതെ, ഈ ആംബിയൻസ്. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. നീ അറിഞ്ഞോ മേലെ മാനത്ത്
പറ്റില്ല. നിങ്ങള് ഞങ്ങളോടൊരു പാട്ട് പാടാൻ പറഞ്ഞു, ഞങ്ങൾ പാടി. അപ്പൊ ഞങ്ങള് പറയും നിങ്ങളോടൊരു പാട്ട് പാടും. അപ്പൊ നിങ്ങളൊരു പാട്ട് പാടും. അപ്പൊ നമ്മൾ ഒരുമിച്ചൊരു പാട്ട് പാടാം. അപ്പൊ നമുക്ക് ഒരുമിച്ചൊരു പാട്ട് പാടാം. അങ്ങനെയാണെങ്കിൽ അതൊരു കടുകിട്ട് വറുത്ത പാട്ടായിരിക്കും. ആയിക്കോട്ടെ. അല്ലേ? കഴുകിട്ട് വറുത്തൊരു കടക്കണ്ണം അടിച്ചെന്നെ കുടിക്കിട്ട് വരിക്കല് പിടിക്കിട്ടേ തിരിച്ചിട്ടും മറിച്ചിട്ടും കുടിച്ചിട്ടും അരിച്ചിട്ടും കുടിച്ചിട്ട് കിടക്കല്ലേ കൊടുക്കപ്പെട്ടേ പറഞ്ഞ വല്ലാത്ത ഇതാരേത്? പിടിച്ചോണ്ട് വരുന്നു. നീ ഇതെവിടെ പോയി? അല്ല ഞാൻ വെറുതെ അവിടെ ബാക്കി നിൽക്കുക. എവിടെ പോയി? അല്ല ഒരു കുട്ടി കാണാൻ വരുമെന്ന് പറഞ്ഞു. കുട്ടിയാ? ആ ഗേൾഫ്രണ്ട് മറ്റേ ആ, അങ്ങനെ ഒന്നില്ലേ? അപ്പൊ അത് കഴിഞ്ഞ അപ്പൊ ഞങ്ങൾ ഒരു പാട്ട് പാടാം. ഇനി പാട്ടോ? ഒരു പാട്ട് കൂടെ പാടാം. പ്രോഗ്രാം ഒക്കെ കുഴപ്പമില്ല. അല്ല ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. ആൾക്കാരൊക്കെ വരട്ടെ, ഈ പാട്ട് പാടാം. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടാം. ഒരു കാര്യം ചെയ്യും. ഡാൻസ് കളിക്കാൻ പറ്റിയ ഒരു പാട്ട് പാടാൻ പറ്റുമോ? ആയിക്കോട്ടെ. ഇത് മതിയാ? ഫ്രണ്ട് കാണാൻ വന്നില്ലേ? വേണ്ട, അവരെ വിളിക്കേ. ആ കുട്ടീനെ ഒന്ന് വിളിക്കാം. കുട്ടിയെ ഒന്ന് കാണാം. അല്ല വേണ്ട. വിളിക്കാം. വേണം. അവരെ വിളിക്കോ? ഒന്ന് വരൂ. കേറ് ആ, വാ, കേറി വരൂ, കേറി വരൂ. എനിക്കറിയാം. ഇതാരത്? ലാലേട്ടാ, ഇത് റീന ചേച്ചി. റീന ചേച്ചി അറിയാത്ത ആരാ ഇവിടെ ഉള്ളതല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. നമസ്തേ, നമസ്തേ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. അല്ലല്ല, ഇതാണോ നിന്റെ ഗേൾഫ്രണ്ട്? ആണെന്ന് തോന്നുന്നു. സാറിന് അറിയാവോ, ഞാൻ ഇതുവിനെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഒന്നിനും അല്ലെന്നേ, നിങ്ങളുടെ കൂടെയൊക്കെ ഇവിടെ വന്ന് നിന്ന് ഒരു സ്ഥലം ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ഒരു പ്രാങ്ക് കോളായിരുന്നു അല്ലേ? കളിയാക്കിയതല്ലേ? സത്യമായിട്ട് എന്റെ പൊന്നിലാൽ സാറേ, നമ്മുടെ ജീവിതം ഒരേ ഒരു സമയത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. പിന്നെ വേറെ കാര്യം, ജസ്റ്റ് ഫോർ ഫൺ. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഫണ്ണായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അല്ലേ വിധു? ഉണ്ടോ? പക്ഷെ എൻ്റെ ഒരു സാറിന് അറിയോ, എൻ്റെ റീൽസും സ്റ്റോറീസും ഒക്കെ കണ്ടിട്ട് എന്നെ ലൈക്ക് ചെയ്യുന്നവരും ഡിസ്ലൈക്ക് ചെയ്യുന്നവരും ഒക്കെ ആരെങ്കിലും അറിയുന്നുണ്ടോ ഞാൻ ഈ ഒരു ക്യാൻസർ സർവൈവർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന്? പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് സാർ, വേറൊരു കാര്യമുണ്ട്. നമ്മൾ ചുമ്മാ ഡിപ്രഷനായിട്ടിരുന്നിട്ട് നമ്മളെ സ്നേഹിക്കുന്നവർക്കൊക്കെ തന്നെ ഒരു ട്രോമ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ സാർ? ഇല്ല, ശരിയാണ്, ശരിയാണ്. ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത് ക്യാൻസർ സർവൈവറാണ്. അപ്പൊ അതായത് നിങ്ങളുടെ ഒരു ഫിലോസഫി എന്താണ്? എന്റെ ഫിലോസഫി എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, ലിവ് ലവ് ലവ്. നിങ്ങളോ? ലിവ് ലവ് മനോഹരമായ. വളരെ സന്തോഷം കടയില്. എന്തായാലും ഇതുവരെ ഒരു പ്രാങ്ക് കൊടുത്തിട്ട് ഞങ്ങളെയൊക്കെ കാണാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ വെരി ഗുഡ്. എന്താ വേണം? എന്ത് വേണം? എനിക്ക് സാർ എന്റെ കൂടെ ഒരു സെൽഫി എടുക്കാമോ? അല്ലല്ല, ഞാൻ മാഡത്തിനെ പോലൊരു ഫൈറ്റർക്കൊപ്പം ഞങ്ങൾ എല്ലാരും കൂടി ആണോ? എന്റെ ജീവിതം ധന്യമായി സാർ, ധന്യമായി. എടുക്കാം. ഒരു ഫോട്ടോ.